ഹായ് ഫ്രണ്ട്സ്. ഹായ് മാം. എൻ്റെ പേര് വിജിൻ. പത്തനംതിട്ടയാണ് എൻ്റെ സ്ഥലം. ഞാൻ ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. അഖിലാസ് ഹോളിസ്റ്റിക് ലൈഫ് കോച്ചിങ്ങിൻ്റെ 4th ബാച്ച് മെമ്പറാണ്. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ സക്സസ് സ്റ്റോറീസ്, എൻ്റെ ലൈഫിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അഖിലാസ് ഹോളിസ്റ്റിക് ലൈഫ് കോച്ചിങ്ങിൽ ഞാൻ ആദ്യമായിട്ടല്ല ജോയിൻ ചെയ്യുന്നത്. മാമിൻ്റെ 2nd ബാച്ചിലും ഞാൻ മെമ്പറായിരുന്നു. ഇപ്പം 4th ബാച്ചിലും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ഞാനും എൻ്റെ വൈഫ് മിസ് മാളവിക, ഞങ്ങൾ ഒരുമിച്ചാണ് ഈ 2 കോഴ്സും അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 6 മാസം ആവുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ സക്സസ് സ്റ്റോറീസ് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട് ഈ കുറച്ച് കാലയളവ്. അതായത് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം വളരെ വലുതാണ്. അത് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്കെല്ലാം ഇവിടെ പറയാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലുണ്ടായ പ്രധാനപ്പെട്ട 2 മാറ്റങ്ങൾ ഞാൻ പറയാം. അതിലൊന്നാണ് എൻ്റെ വീട്ടിനുണ്ടായ മാറ്റം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീടിപ്പം വളരെയധികം പോസിറ്റീവായിട്ട് ഒരു പോസിറ്റീവ് എനർജി മേക്ക് ചെയ്യുന്നതായിട്ട് എനിക്കിപ്പം തോന്നുന്നു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, എൻ്റെ വീട്ടിൽ ഈ അടുത്ത കാലഘട്ടങ്ങളായിട്ട് വന്ന എൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിലും ശരി, എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ശരി, അവരെല്ലാവരും പറയുന്നത് വീട്ടിൽ എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് അത് എവിഡൻ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കൂടുതൽ നേരെ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ തോന്നുന്നു, സന്തോഷം വരുന്നുണ്ട്, സമാധാനം വരുന്നുണ്ട്, നിങ്ങളോടൊപ്പം കുറേ നേരം കൂടെ കുറേ സമയം ഇവിടെ ചിലവഴിക്കാനായിട്ട് തോന്നുന്നു എന്നാണ്. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തന്നെ ഈ കോഴ്സിന് അറ്റൻഡ് ചെയ്തതിന് ശേഷം അഖിലമ്മ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ടെക്നിക്കായിരുന്നു. അത് ഡീക്ലട്ടറിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെക്നിക്കാണ്. അതോടൊപ്പം തന്നെ വീടിനെ എങ്ങനെ മനോഹരമാക്കാം എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള രീതി അനുസരിച്ച് ഞാനും വൈഫും ചെയ്ത ചെറിയ കാര്യങ്ങളായിരുന്നു വീടിനത് എഫക്റ്റ് ആയത്. അതോടൊപ്പം തന്നെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യ കുറേ നാളുകളിൽ ഞാൻ വളരെ സ്ട്രെസ്ഫുള്ളായിരുന്നു. മാനസികപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എനിക്കും ഉണ്ടായിരുന്നു, വൈഫിനും ഉണ്ടായിരുന്നു, പല പല കാരണങ്ങൾ കൊണ്ട്. പക്ഷേ ആ ഒരു നെഗറ്റിവിറ്റീസ് ആയിരിക്കാം മേ ബി വീട്ടിൽ റിഫ്ലക്റ്റ് ആയിക്കൊണ്ടിരുന്നത്. ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ 2 പേരും ഒരേപോലെ സമാധാനപരവും സന്തോഷപരവുമായി ഞങ്ങളുടെ ദാമ്പത്യ ബന്ധം കുറേ കൂടെ എന്താ പറയുക, നല്ലതായിട്ട് മാറി. അതായിരിക്കണം മേ ബി വീട്ടിൽ റിഫ്ലക്റ്റ് ആയിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് വളരെ വലിയൊരു താങ്ക് യു മാമിനോട്, അഖില മാമിനോട് വളരെയധികം നന്ദിയുണ്ട്. വളരെ സന്തോഷമുണ്ട് എനിക്കിത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു അത്ഭുതം എന്ന് തന്നെ പറയാം. എൻ്റെ അമ്മയ്ക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. പുള്ളിക്കാരത്തിയുടെ കിഡ്നി സംബന്ധമായിട്ടുള്ള ഒരു രോഗമാണല്ലോ. അപ്പോൾ ക്രിയാറ്റിൻ ലെവലൊക്കെ കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ കുറേ കാലഘട്ടങ്ങളായിട്ട്, കുറേ വർഷങ്ങളായിട്ട് അത് ബാലൻസ്ഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. മരുന്ന് കഴിക്കുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ചെക്കപ്പും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു ദിവസം പെട്ടെന്നാണ് അമ്മയുടെ ക്രിയാറ്റിൻ ലെവൽ കൂടിയത്. ഒരു 3.1 പോകാം. അപ്പോൾ ഞാൻ വളരെ പെട്ടെന്ന് പേടിച്ചു പോയി. എന്താണ് കണ്ടീഷൻ മോശമാകുകയാണെന്നുള്ളതിൻ്റെ ഞാനിങ്ങനെ പേടിച്ച് പോയത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള പോലെ അഫർമേഷൻ നമ്മളുടെ ടെക്നിക്കൊന്ന് ഞാൻ ചെയ്ത് നോക്കി. അഫർമേഷൻ കറക്റ്റ് എഴുതി കൊടുക്കുന്ന ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞു തന്നതിനനുസരിച്ച് അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ ആ 11 ദിവസത്തെ ഈ അഫർമേഷൻ ഡേ 1 ഡേ 2 കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് അതിന് തൊട്ടടുത്ത തവണ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഡോക്ടറെ കാണാൻ പോയപ്പം ക്രിയാറ്റിൻ ലെവൽ 3.1 നിന്ന് 2.8 കുറഞ്ഞു. അപ്പോൾ അതെനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. എനിക്കതങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നറിയില്ല, അതുപോലെ എനിക്ക് സന്തോഷമായിരുന്നു. അപ്പോൾ ഈ 2 കാര്യങ്ങൾ എൻ്റെ ലൈഫിലുണ്ടായ വലിയ മാറ്റങ്ങളാണ്, വലിയ അത്ഭുതമാണ്. ഞാൻ എന്നെ തന്നെ ഈ ഒരു ടെക്നിക്കിലേക്ക്, ലൈഫിൻ്റെ പുതിയൊരു വഴിത്തിരിവിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചു എന്ന് ഞാൻ തന്നെ വേണേൽ പറയാം. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. മാമിൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഇനിയും സാധിക്കട്ടെ, നടക്കട്ടെ. എൻ്റെ എല്ലാ വിധത്തിലുള്ള ആശംസകളും നേരുന്നു. ആത്മാർത്ഥമായിട്ടുള്ള വിജയം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സന്യ എന്നാണ്. ഞാൻ അഖില മാമിൻ്റെ ലൈഫ് കോച്ചിങ് ബാച്ചിലെ 4ാമത്തെ സ്റ്റുഡൻ്റാണ്. ആദ്യത്തെ ബാച്ച് മുതൽ ഞാനുണ്ട്. ഫസ്റ്റ് ബാച്ചിലുണ്ട്, 2nd ബാച്ചിലുണ്ട്, 3rd ബാച്ചിലുണ്ട്, 4th ബാച്ചിലുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ 4 ബാച്ചിലും ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കണ്ടൻസ് സെയിം തന്നെ, ഏകദേശം ഏറെക്കുറെ കണ്ടൻസ് എല്ലാത്തിലും സെയിം തന്നെയാണ്. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് അതിനകത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു റുട്ടീൻ്റെ ഭാഗമായിട്ട് മാറി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഈ ക്ലാസ്
നമ്മുടെ ലൈഫിനെ ഒരുപാട്, എൻ്റെ ലൈഫിനെ എനിക്ക് ഒരുപാട് അഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ്സാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ലാസ് കൊണ്ട് എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും മിറാക്കിൾ പോലെ സംഭവിക്കുന്നു എന്നുള്ളതല്ല എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് ഒരുപാട് പോസിറ്റിവിറ്റി, ഞാൻ പോസിറ്റീവായി എന്നുള്ളതാണ് എനിക്ക് ഈ ക്ലാസ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ബിസിനസ് റൺ ചെയ്ത സമയത്താണ് ഞാൻ ഈ ക്ലാസ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു എംപ്ലോയി ആയിരുന്നു. ഞാൻ പെട്ടെന്ന് ബിസിനസ്സിലോട്ട് വന്നപ്പോൾ ബിസിനസ് റൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഭയങ്കരമായ ടെൻഷൻ. രാത്രി ഉറങ്ങാൻ പോലും എനിക്ക് ചിലപ്പോൾ പറ്റാറില്ല. അയ്യോ, ബിസിനസ് എനിക്കൊരു 3-4 ലക്ഷം രൂപയുടെ എക്സ്പെൻസ് എന്തായാലും ഫിക്സഡാണ്. അത്രയും ഇൻകം ഇതിനകത്ത് ഉണ്ടാവുമോ, ഈ സ്റ്റാർട്ടിങ് സമയത്ത് ഉണ്ടാവുമോ, ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെയുള്ള ടെൻഷനായിരുന്നു. അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്തെല്ലാം എൻ്റെ ബിസിനസ് ലോ ആയിരുന്നു. എങ്ങനെയൊക്കെയോ ആ സമയത്ത് റൺ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു സമയത്താണ് ഞാൻ ഈ ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുന്നതും മാമിനെ പരിചയപ്പെടുന്നതും. എനിക്കിവിടുന്ന് കിട്ടിയത് ഞാൻ എങ്ങനെ പോസിറ്റീവ് ആകണം എന്നൊരു റിയലൈസേഷനാണ്. ഞാൻ എങ്ങനെ പോസിറ്റീവ് ആകണം, അപ്പോൾ എനിക്ക് ചുറ്റുമുള്ളതെല്ലാം ഓട്ടോമാറ്റിക്കലി ഓക്കെ ആകും എന്നുള്ളൊരു കാര്യം. അപ്പം ഞാൻ പോസിറ്റീവ് ആകാൻ ഞാൻ എന്ത് ടെക്നിക്ക് ഉപയോഗിക്കണം, ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിക്കണം. വിശ്വാസം ഇല്ലാഞ്ഞിട്ടും ഞാൻ ആദ്യത്തെ കുറേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ എൻ്റെ ബിസിനസ് എങ്ങനെയാണ് അവിടെ ശരിയാവുന്നതെന്നൊക്കെ ഞാൻ ആദ്യം ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ അങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ വെറുതെ ഇവർ ഫോഴ്സ്ഫുള്ളി പറഞ്ഞത് കൊണ്ട് ഞാൻ ഫോഴ്സ്ഫുള്ളി ചെയ്തതാണ്. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ മാറ്റങ്ങൾ വരുന്നു. ഒരുപാട് പെട്ടെന്നൊരു ചേഞ്ചാണ് ബിസിനസ്സിലോട്ട്. നമ്മൾ എന്താഗ്രഹിക്കുന്നു, ബിസിനസ്സിലോട്ട് ഞാൻ എന്താഗ്രഹിക്കുന്നു അതാണ് അവിടെ വരുന്നത്. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പോലും അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ ഇടയ്ക്കാണെങ്കിലും 4ാമത്തെ ബാച്ച് ആയ സമയത്താണെങ്കിലും എനിക്ക് കുറച്ച് പെട്ടെന്ന് എൻ്റെ സ്റ്റാഫുകളെല്ലാം പോയി. അപ്പോൾ ഞാൻ എഴുതുന്ന എൻ്റെ അഫർമേഷൻ എഴുതി എനിക്ക് സ്റ്റാഫുകൾ, നല്ല ക്വാളിറ്റിയുള്ള സ്റ്റാഫുകളെ കിട്ടണം, നല്ല സർവീസ് കൊടുക്കാൻ എന്നെക്കൊണ്ട് പറ്റണം, അതുവഴി എനിക്ക് ഇത്ര രൂപ ഏൺ ചെയ്യാൻ പറ്റണം, ഇങ്ങനെയുള്ള അഫർമേഷൻസാണ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അവിടെ എന്താണോ ഞാൻ അഫർമേഷൻ എഴുതുന്നത് അതെല്ലാം എനിക്ക് അവിടെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ബിസിനസ്സാണ് എൻ്റെ ആദ്യത്തെ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ സെക്കൻഡ് എന്ന് പറയുന്നത് എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ. അപ്പോൾ എൻ്റെ ഓഫീസാവട്ടെ, എൻ്റെ സ്കൂളാവട്ടെ, എൻ്റെ ഫാമിലി ആവട്ടെ, ഇതെല്ലാം ഭയങ്കര ഒരു സന്തോഷത്തിൽ പോകാൻ എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. കാരണം എനിക്ക് അവരോട് പോസിറ്റീവായിട്ട് പെരുമാറാനും അവരെ ഹാൻഡിൽ ചെയ്യാനും ഒക്കെ എനിക്കിപ്പോൾ അറിയാം. എങ്ങനെ പെരുമാറണം, എങ്ങനെ ചെയ്യണം, ഇനി ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ ഞാൻ എങ്ങനെ അതിനെ മാറ്റിയെടുക്കണം, എന്ത് ടെക്നിക്ക് ഞാൻ കേൾക്കണം, എന്ത് പ്രയർ ഞാൻ കേൾക്കണം, എന്ത് റിലാക്സേഷൻ ഞാൻ കേൾക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ എനിക്കൊരു ധാരണ ഇപ്പം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഞാൻ പോസിറ്റീവായി എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. എനിക്ക് എല്ലാ കാര്യങ്ങളെയും ഒരു ലൈഫിൻ്റെ എന്ത് പ്രോബ്ലത്തിനെയും ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ ഇപ്പോൾ എനിക്കറിയാം. എന്ത് പ്രോബ്ലം വന്നോട്ടെ അതിന് ഫേസ് ചെയ്യാൻ എനിക്കറിയാം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രേഷ്മ. ഞാൻ താമസിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ്. എൻ്റെ സ്വദേശം ആലപ്പുഴ ജില്ലയാണ്. ഞാനിവിടെ ആരോഗ്യവകുപ്പിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്യുവാണ്. ഈ അഖിലാസ് ഹോളിസ്റ്റിക് ലൈഫ് കോച്ചിങ്ങിനെ കുറിച്ച് എന്നോട് ആദ്യമായിട്ട് പറഞ്ഞത് എൻ്റെ കസിൻ സന്യയാണ്. അപ്പോൾ അവളൊരു ദിവസം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, അവളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തു, വളരെ നല്ലതാണ്, വർത്തിയാണ്, അപ്പോൾ നീ ഒന്ന് അറ്റൻഡ് ചെയ്യുന്ന എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്കത് കറക്റ്റായിരിക്കും, അറ്റൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നി. അപ്പോൾ ഈ 2026 ഞാൻ എടുത്ത ഒരു നല്ല തീരുമാനമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ജനുവരി ബാച്ചിലും ഉണ്ടായിരുന്നു, ഇപ്പോൾ ഫെബ്രുവരിയിലും 4ാമത്തെ ബാച്ചിലും ഞാനിപ്പോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പോസിറ്റീവായിട്ട് എപ്പോഴും ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് കാണാൻ ട്രൈ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് ഇത് നല്ലൊരു ഗൈഡൻസാണ് അഖില മാമിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. നമ്മൾ എന്തൊക്കെ ചെയ്യണം, ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്ത് പറയണം, എന്ത് പറയാൻ പാടില്ല, എന്ത് ചിന്തിക്കണം, എന്ത് ചിന്തിക്കാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫിൽ എങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് എങ്ങനെ നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു ട്രെയിനിങ് അല്ലെങ്കിൽ ഗൈഡൻസ് അഖില മാമിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട്.
അതുകൊണ്ട് തന്നെയാണ് ഞാൻ 3rd ബാച്ചിൽ ഞാൻ അറ്റൻഡ് ചെയ്തതിന് ശേഷവും 4th ബാച്ചിലും ഞാൻ വീണ്ടും അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ സഹോദരിയെയും സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവളും ഇതിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും അവർക്കും നല്ല മാറ്റം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ലൈഫ് കോച്ചിങ്ങിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്കുണ്ടായിട്ടുള്ളത്. പിന്നെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് പറഞ്ഞാൽ ചിലപ്പോൾ കൂടത്തിരിക്കുന്നവർക്ക് പോലും അത് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് വരുന്ന പോലത്തെ ഒരു ഫീലിങ്സ് എനിക്ക് ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ അതുപോലെ നേടിയെടുക്കാവുന്നതാണല്ലോ. മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നതുകൊണ്ട് മൈൻഡിനൊക്കെ നല്ലൊരു റിഫ്രഷ്മെൻറ്റ്സ്, മൈൻഡ് പവർ കൂടുന്നത് പോലെയൊക്കെ ഒരു ഫീലിങ്സ് ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. താങ്ക് യു അഖില മാം, താങ്ക് യു യൂണിവേഴ്സ്. ഹായ്, നമസ്കാരം. എൻ്റെ പേര് വിപിൻ, സ്വദേശം പത്തനംതിട്ടയാണ്. ഇപ്പോൾ ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത്. ഒരു ബിസിനസ് റൺ ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ അഖിലാസിലെ ലൈഫ് കോച്ചിങ് സെഷനിലെ 4th ബാച്ചിലെ ഒരു സ്റ്റുഡൻ്റാണ്. അഖിലാസിൻ്റെ 1st ബാച്ച് മുതൽ ഞാൻ ഈ ലൈഫ് കോച്ചിങ് സെഷനിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. 1st ബാച്ച് മുതൽ 4th ബാച്ചായിട്ടും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ലൈഫിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളിലൂടെയും പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു സമയത്താണ് ഞാൻ ഈ അഖിലാസിനെ കുറിച്ച് അറിയുന്നതും അതിലേക്ക് ജോയിൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. 1st ബാച്ച് തുടങ്ങി അധികം നാൾ കഴിയുന്നതിന് മുന്നേ തന്നെ എനിക്ക് പലതും മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു. പല രീതിയിലും പോസിറ്റീവ്സ് വന്നു തുടങ്ങിയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഡേയിൽ, ലൈഫിലെ ഒരു ഡേയിൽ എൻ്റെ ഏറ്റവും കൂടുതൽ സമയം ഞാൻ ചിലവഴിക്കുന്നത് എൻ്റെ പ്രവർത്തന മേഖലയിലാണ്. എൻ്റെ ബിസിനസ് സ്ഥാപനത്തിലാണ് ഞാൻ കൂടുതൽ ടൈമും. അപ്പോൾ എൻ്റെ സന്തോഷങ്ങളായാലും സങ്കടങ്ങളായാലും ബുദ്ധിമുട്ടുകളായാലും ഒക്കെ ആ ഒരു റിലേറ്റഡ് ആയിട്ടാണ് കൂടുതലും പോകുന്നത്. അപ്പോൾ അത് ആ ഒരു മേഖലയിൽ കൂടുതലായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയത്താണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിലൂടെ കിട്ടിയിട്ടുള്ള ഓരോ അറിവുകളും, ഓരോ ലൈഫ് ചേഞ്ചിങ് ടെക്നിക്കുകളായിക്കോട്ടെ, അഫർമേഷൻസ്, പ്രയേഴ്സ്, മാനിഫെസ്റ്റേഷൻസ്, അങ്ങനെയുള്ള ഓരോരോ ടെക്നിക്കുകളും കാര്യങ്ങളും ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ മുതലേ എനിക്ക് ഒരുപാട് ചേഞ്ചസ് കണ്ടു തുടങ്ങി. സോ അത് വീണ്ടും ലൈഫിലേക്ക് എന്താ പറയുക, തുടരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇത് 1st ബാച്ച് തുടങ്ങി ഇപ്പോൾ 4th ബാച്ചായി നിൽക്കുന്നു. ഇതിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ പോകുന്നത്. ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ആദ്യത്തെ ഒരു 21 ഡേയ്സ് കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ ഇതെൻ്റെ ഒരു ലൈഫിൻ്റെ പാർട്ടായി മാറി. ഇതിലൂടെ പഠിച്ചെടുത്ത പല കാര്യങ്ങളും, അല്ലെങ്കിൽ ഇതിലൂടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന പല പ്രാക്ടീസസും എനിക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ എൻ്റെ ലൈഫിലേക്ക് ഒരു റൊട്ടീനായി മാറിക്കഴിഞ്ഞിരുന്നു. അതിപ്പോഴും ഞാനതിങ്ങനെ തുടർന്നുകൊണ്ട് പോവുകയാണ്. ഇതിൽ വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു തിരിച്ചറിവുണ്ടായ ഒരു കാര്യം, ഇപ്പോൾ എൻ്റെ ലൈഫിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ലൈഫിനെ സ്വയം നിയന്ത്രിക്കാൻ തക്ക രീതിയിലേക്ക് ഒരു മാനസിക വളർച്ചയിലേക്ക് എത്തി എന്നുള്ളതാണ് ഈ ഒരു ലൈഫ് കോച്ചിങ് കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് വരേണ്ട സന്തോഷങ്ങളായിക്കോട്ടെ, എല്ലാ പോസിറ്റീവ് കാര്യങ്ങളായിക്കോട്ടെ, അത് നമ്മളിൽ തന്നെയാണെന്നും നമ്മളത് അതേ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും സംഭവിക്കുന്നതാണെന്നൊക്കെയുള്ള വലിയ തിരിച്ചറിവ് ഈ ഒരു ലൈഫ് കോച്ചിങ്ങിലൂടെയാണ് എനിക്ക് കിട്ടിയത്. അതിലൊരുപാട് താങ്ക്സ് ഞാൻ പറയുന്നു അഖില മാമിൻ്റെ അടുത്ത്. അതുപോലെ തന്നെ ഇത് തുടർന്ന് മുന്നോട്ട് തന്നെ കൊണ്ടുപോകാനും അതോടൊപ്പം എനിക്ക് അറിയുന്ന ആളുകൾ അല്ലെങ്കിൽ എനിക്ക് പ്രിയപ്പെട്ട ആളുകളിലേക്കും ഈ പോസിറ്റീവ്സ് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. സോ അതാണ് ഇനി എൻ്റെ മുന്നോട്ടുള്ള ടേക്ക് അവേ എന്ന് പറയുന്നത്. താങ്ക് യു.